കൊടകര കുഴൽപ്പണ കേസിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കുറ്റപത്രമല്ല, കുറ്റമില്ലാത്ത പത്രം. ബി.ജെ.പിയുമായോ ബി.ജെ.പി നേതാക്കളുമായോ ഒരു ബന്ധവുമില്ല കൊടകര കുഴൽപ്പണത്തിന് എന്നാണ് ഇ.ഡിയുടെ കുറ്റപത്രത്തിലുള്ളത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇ.ഡിയുടെ കുറ്റപത്രം വന്നിരിക്കുന്നു. ബി.ജെ.പിക്ക് ക്ലീൻ ചിറ്റാണ്. കൊടകര സംഭവത്തിൽ ബി.ജെ.പിക്ക് ഒരു ബന്ധവുമില്ലെന്ന രൂപത്തിലാണ് കുറ്റപത്രമുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടന്നതെന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലെ ജനാധിപത്യം അട്ടിമറിക്കാൻ വേണ്ടി പണം വിതരണം ചെയ്യാൻ വേണ്ടി ബി.ജെ.പി എത്തിച്ച പണമാണതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ തെളിവുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇ.ഡി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഈ കുറ്റപത്രത്തെ എങ്ങനെയാണ് ആദ്യമായി വിലയിരുത്തുന്നത്? അല്ല, ഇ.ഡിയുടെ കുറ്റപത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞൊരു 10-11 കൊല്ലമായിട്ട് ഇ.ഡി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കിയാൽ മതി. ഇ.ഡി എടുക്കുന്ന കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 0.5% മാത്രമാണ് കഴിഞ്ഞൊരു 10-11 കൊല്ലമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് ഇ.ഡി എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗവും. പിന്നെ 2 തരം കേസുകൾ ഇ.ഡി എടുക്കുന്നുണ്ട്. ഒന്ന്, ബി.ജെ.പി നേതാക്കൾ ഉൾപ്പെട്ട 2 തരം അന്വേഷണം. ബി.ജെ.പി നേതാക്കൾ ഉൾപ്പെട്ട കേസുകളെ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ളൊരു വാഷിംഗ് മെഷീൻ അന്വേഷണം ഒരു തരത്തിൽ. മറ്റത് ബി.ജെ.പിയിലേക്ക് നേതാക്കളെ കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു വാഷിംഗ് മെഷീൻ അന്വേഷണം വേറെ. ഈ 2 അന്വേഷണങ്ങളാണ് ഇ.ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നും ഈ കുറ്റപത്രത്തിലില്ല. മാത്രമല്ല, ഇതിൽ കള്ളപ്പണം എന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇല്ല എന്നാണ് ഇ.ഡി ഈ കേസിൽ കണ്ടെത്തുന്നത്. ധർമ്മരാജൻ എന്ന് പറയുന്ന മനുഷ്യന് ഈ കൊണ്ടുവന്ന പണം 3.5 കോടി രൂപയിൽ മുകളിലാണ് പണം. അതിൽ സോഴ്സ് ഉണ്ട്, എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നുള്ളത് ധർമ്മരാജൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട്. ആ പണം കൊണ്ടുപോയത് BDJS നേതാവായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിനോടനുബന്ധിച്ചുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള ഇടപാടിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഇ.ഡി പറയുന്നു. എന്നാൽ ഈ ഭൂമി വാങ്ങുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുണ്ടോയെന്നോ അതിനെന്തെങ്കിലും കരാറുണ്ടാക്കിയിട്ടുണ്ടോയെന്നോ അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഇ.ഡി പറയുന്നതായിട്ട് നമുക്ക് പുറത്തു വന്ന വിവരങ്ങളിലല്ല. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. ബി.ജെ.പി ആണ് കേന്ദ്രം ഭരിക്കുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കെ സുരേന്ദ്രനാണ് ഇതിൽ മുഖ്യ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ. അതുപോലെ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന എൽ ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് 2ാമത് ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ. കേരള പോലീസ് അന്വേഷിച്ചെത്തിയതാകട്ടെ കർണാടകത്തിലെ ബി.ജെ.പി നേതാക്കളുടെ അടുത്താണ്. അങ്ങനെ ബി.ജെ.പി നേതാക്കളുമായിട്ട് ബന്ധമുള്ള, വളരെ അടുത്ത ബന്ധമുള്ള ഒരു പണമിടപാടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇ.ഡിക്ക് എത്താവുന്ന ഒരു നിഗമനവും കുറ്റപത്രവുമായിട്ട് മാത്രമേ നമ്മളിതിനെ കാണാനുള്ളൂ. ഇത് എന്താ പറയുക, കോടതി നടപടികളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക, അതിന് ഇ.ഡി എങ്ങനെയാണ് മറുപടി കൊടുക്കുക, അവിടെ ആയിരിക്കും നമുക്ക് കുറേ കൂടെ രസകരമായിട്ടുള്ള സംഗതികൾ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇപ്പോൾ കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖരൻ വന്നൊരു സാഹചര്യമാണ്. ഇതുമായി ഇതിനെന്തെങ്കിലും ബന്ധപ്പെടുത്താൻ കഴിയുമോ? സുരേന്ദ്രൻ മാറി നിൽക്കുന്നു, തൊട്ടുടനെ ഇ.ഡിയുടെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നു, അതിൽ ഇവരെല്ലാവരും ഒരു ക്ലീൻ ചീറ്റ് നൽകപ്പെടുകയും ചെയ്യുന്നു. ഇതിനെങ്ങനെയും ബന്ധപ്പെടുത്താൻ സാധിക്കുന്നു? അല്ല, അതിനങ്ങനെ ഡയറക്റ്റായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നു. പക്ഷേ അതിന് കൗതുകരമാണ് ഇതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു, അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇ.ഡി കൊണ്ട് കുറ്റപത്രം കൊടുക്കുന്നു. അതിൽ ഇവരെ മുഴുവൻ എന്താ പറയുക, ഇവർക്ക് യാതൊരു ബന്ധമില്ല, ഇവർ സാക്ഷികൾ പോലും അല്ല എന്ന് പറയുന്നു. എങ്ങനെയാണ് സാക്ഷി പോലും ആവാതിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം വെച്ചാൽ ഈ റോബറി നടന്നതിൻ്റെ ഇത് റോബറിയുടെ തുടർച്ചയായിട്ടാണല്ലോ. കാരണം ഏപ്രിൽ 3 മറ്റോ ആണ് തീയതി, 2021 ഏപ്രിൽ 3 മറ്റോ ആണ് തീയതി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2 ദിവസം മുമ്പോ മറ്റോ, 2-3 ദിവസം മുമ്പ്. അപ്പോൾ ഇത് മോഷണം പോയതിൻ്റെ തൊട്ട് പുറകെ ഈ അതായത് ഇപ്പോൾ ഇ.ഡി പറയുന്ന പണം കൊണ്ടുവന്ന സോഴ്സുള്ള ധർമ്മരാജൻ ആദ്യം വിളിക്കുന്നത് കെ സുരേന്ദ്രനെയാണ്. കെ സുരേന്ദ്രനെ കിട്ടാതിരിക്കുന്നു. പിന്നെ സുരേന്ദ്രൻ തിരിച്ചു. ഇതിനൊക്കെ CDR ഉണ്ടല്ലോ, ഫോൺ വിളിച്ചതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ഉണ്ട്. എന്നിട്ട് പോലും സുരേന്ദ്രൻ ഈ കേസിൽ സാക്ഷി പോലും അല്ലാതെ ആക്കാൻ ഇ.ഡി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഇ.ഡി നമ്മൾ അഭിനന്ദിക്കാൻ തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ അതിന് തൊട്ട് വെച്ചാൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് തൊട്ട് പിറ്റേ ദിവസം. ഇപ്പോൾ നമുക്കറിയില്ല ഇത് ഈ ഏതൊക്കെ തരത്തിലുള്ള ബാർഗെയിനിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം എന്നുള്ളൊരു ഓഫർ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനനുസരിച്ചാണോ ഇ.ഡിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സംസ്ഥാന പ്രസിഡന്റ് പദവി മാറിയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇങ്ങനെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടൊരു കുറ്റപത്രം കൊടുത്തതെന്ന് നമുക്കറിയില്ല. ഈയൊരു എന്താ പറയുക, ഈയൊരു റെഷീം ആയതുകൊണ്ടും പല തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നമ്മൾ കാണുന്നത് കൊണ്ടും എന്തിനും സാധ്യതയുണ്ട്.
സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ പോലും ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്യാനും അവരെ പെടുത്താനും ഒക്കെ ഒരു മടിയില്ലാത്തൊരു ഭരണകൂടമാണിത്. ഇപ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക, ഹരേൻ പാണ്ഡ്യ എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗുജറാത്തിൽ മന്ത്രിയാവുന്നതിന് മുമ്പ് അത് ആദ്യമായിട്ട് മന്ത്രിയാവുന്നതിന് മുമ്പ് ഗുജറാത്ത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഹരേൻ പാണ്ഡ്യ. അവിടുത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. ആ ഹരേൻ പാണ്ഡ്യയാണ് ഒരു ദിവസം അദ്ദേഹം നടക്കാനിറങ്ങുമ്പോൾ, രാവിലെ നടക്കാൻ പോയിട്ട് വരുമ്പോൾ വെടിവെച്ച് കൊല്ലുന്നത്. ആ കൊലയ്ക്ക് പിന്നിലും ഇതേ ആളുകൾ തന്നെ ആയിരുന്നു എന്നുള്ള ആക്ഷേപം ആ ഹരേൻ പാണ്ഡ്യയുടെ പിതാവ് ഉന്നയിച്ചിരുന്നു, ഭാര്യ ഉന്നയിച്ചിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നത് എല്ലാം തേച്ചു വായിച്ച് പോയി. പക്ഷേ അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നൊരു പാർട്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ആണ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. അതോടൊപ്പം കോൺഗ്രസ്സൊക്കെ ഉയർത്തുന്നൊരു ആരോപണമുണ്ട്, ഇവിടെ ഒരു BJP CPM ഒരു പൊളിറ്റിക്കൽ ഡീല് നടന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൻ്റെ കുറ്റപത്രം സമർപ്പിക്കേണ്ട അതേ ദിവസമാണ്, അത് സംഭവിച്ചിട്ടില്ല. പകരം ഈ കൊടകര കേസിലാണ് കുറ്റപത്രം വരുന്നത്. ഇതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനും ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ, കേരള ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയൊരു സംഭവത്തെ തുടർന്നുള്ള ചർച്ചകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡീൽ നടന്നിട്ടുണ്ടെന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? അല്ല, അതൊരു പൊളിറ്റിക്കൽ അലിഗേഷനായിട്ട് നമ്മൾ കണ്ട. അത് ഈ അലിഗേഷൻ നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കൊടകര കള്ളപ്പണം കേസിൽ പോലീസ് ഒന്നും ചെയ്തില്ല, പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചില്ല, BJP നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിർത്തിയില്ല എന്നുള്ള അലിഗേഷൻ കോൺഗ്രസ് നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസിന് ഒരു ഹൈവേ റോബറിക്ക് അപ്പുറം ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന് കീഴിൽ വരുന്നൊരു കേസാണ്. കള്ളപ്പണം, അനധികൃതമായ പണം, അതിൻ്റെ കടത്ത്, ഇത്തരം സംഗതികൾ മുഴുവൻ PMLAയുടെ കീഴിൽ വരിക. PMLAയിൽ കേരള പോലീസിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന്, കേരള പോലീസിനെന്നല്ല ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് പോലീസിനും ഇപ്പോഴത്തെ നിയമപ്രകാരം ജൂറിസ്ഡിക്ഷൻ ഇല്ല, അവർക്ക് അധികാര പരിധിയില്ല അതിനകത്ത്. അത് നേരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു ഹൈവേ റോബറി നടന്നു, ഈ പണത്തിന് സോഴ്സ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടില്ല, ഇതെന്തിനു കൊണ്ടുപോയതാണ് എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ്, ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പണമാണ്, ഇതൊരു ഹ്യൂജ് എമൗണ്ട് കൊണ്ടുവന്നു, അതിലൊരു ഭാഗം തൃശ്ശൂർ BJP ഓഫീസിൽ കൊടുത്തു, ബാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതിന് മുമ്പും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഇലക്ഷനിൽ മാത്രമല്ല മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് എന്നിത് പിടിയിലായ ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വലിയ ഹവാല ഇടപാടാണ് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടാണ് എന്ന് പറഞ്ഞ് EDക്ക് കൈമാറുക മാത്രമേ കേരള പോലീസിന് പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇത് കേട്ടറിഞ്ഞ് ED ഇങ്ങോട്ട് വന്ന് കേസെടുക്കലാണ് പതിവ്. മറ്റ് കേസുകൾ ഇപ്പോൾ 50,000 രൂപയുടെ കള്ളപ്പണത്തിൻ്റെ കേസിൽ പോലും കേട്ടറിഞ്ഞാൽ ED ഇങ്ങോട്ട് വന്ന് കേസെടുക്കുന്ന കാലമാണിത്. പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ആരെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ED വന്ന് കേസെടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ED അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോയിട്ട് പോലും ED അതിൽ മറുപടി പറയാൻ വൈകുകയാണ് ചെയ്തത്. കേസെടുക്കുമോ ഇല്ലയോ, ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വൈകായത്. അവസാനം ഹൈക്കോടതി വീണ്ടും ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഹൈക്കോടതി പലതവണ ചോദിച്ചിട്ടാണ് ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തത്. ഇങ്ങനെ പല നാടകങ്ങളും ED കേസിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ പറയുക, കേരള പോലീസ് എന്തോ അന്വേഷിക്കാത്തതുകൊണ്ട് ഈ കള്ളപ്പണ ഇടപാട് പിടിച്ചില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതുമാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ EDയെ സ്വാധീനിക്കും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ കരുവന്നൂർ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ K. രാധാകൃഷ്ണൻ MPക്ക് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയത് ഈ അടുത്തിടെ മാത്രമാണ്. കാരണം ഈ കരുവന്നൂർ കേസ് നടക്കുന്ന കാലയളവിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ K. രാധാകൃഷ്ണനോട് CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അയാളെ കൂടെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറ്റപത്രം വരട്ടെ, അപ്പോഴല്ലേ നമുക്കറിയുള്ളൂ എന്താണ് ED അതിൽ കൊടുക്കാൻ പോകുന്ന കുറ്റപത്രം എന്ന് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെ അലിഗേറ്റ് ചെയ്യാം, ഇത് BJP CPM ഡീലാണ് എന്ന് വേണമെങ്കിൽ UDFന് അലിഗേറ്റ് ചെയ്യാം. പക്ഷേ ഗ്രൗണ്ടിൽ അത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കേസിൽ അങ്ങനെ ഒരു ഡീലില്ല. കാരണം പോലീസ് അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല. പോലീസിന് അവിടെ തന്നെ ഇതൊരു ഹൈവേ റോബറിയാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാവുന്നുണ്ടായിരുന്നു. പോലീസ് പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ഈ കൊണ്ടുവന്നത് ഇത്രയും രൂപ മാത്രമല്ല എന്ന് കേരള പോലീസ് കണ്ടെത്തി. അതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് പിന്നീട് തൃശ്ശൂർ BJP ഓഫീസിലൊരു സെക്രട്ടറി ആയിരുന്ന ചങ്ങാതി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞത് ഇത്ര കോടി രൂപ തൃശ്ശൂർ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നിരുന്നു, ഞാനാണത് ചാക്കട്ടിലെടുത്ത് വെച്ചത് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ന് വെച്ചാൽ കേരള പോലീസ് ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ അന്വേഷണം നിയമപരമായി അതിന് സാധിക്കുന്ന പരിധിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തതായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നില്ല.
ഈ ഒരു റോബറി കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ പോലീസിനെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിലൊക്കെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ സോഴ്സിലേക്കും ഇങ്ങനെയുള്ളൊരു ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലേക്കൊക്കെ ചെല്ലുന്നത്. ഇത് നമുക്കറിയാം 25 ലക്ഷം റോബറി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത്. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇത് കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് 3.5 കോടിയിലേക്ക് എത്തുന്നതൊക്കെ. പോലീസിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി ചെയ്തിട്ട് പിന്നെ ED ഏൽപ്പിക്കുകയായിരുന്നത്. പക്ഷേ ED ഇങ്ങനെയൊരു കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി ഈ കേസിൽ ഇനി ഇങ്ങനെ ഉന്നത ഏജൻസികളിൽ നിന്ന് ഒരു സഹകരണം ഉണ്ടാവില്ല എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ അട്ടിമറിക്കുന്ന ഒരു ശ്രമമായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കെ ഇങ്ങനെ ഉന്നത ഏജൻസികളിൽ നിന്ന് നിസ്സഹകരണവും നമ്മൾ ബോധ്യപ്പെട്ടിരിക്കെ ഇത് നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയക്ക് തന്നെ ഭീഷണിയാവല്ല ചെയ്യുന്നത്. അത് ജനാധിപത്യ പ്രക്രിയക്ക് ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുവദനീയമായ പരിധിക്ക് അപ്പുറം പണം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൽ തർക്കമൊന്നുമില്ല. അതിപ്പോൾ CPM ആണെങ്കിലും കൊള്ളാം, കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, കേരള കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, മുസ്ലിം ലീഗ് ആണെങ്കിലും കൊള്ളാം, എല്ലാം. പക്ഷെ BJP അങ്ങനെയല്ല. BJP അനുവദനീയമായ പരിധിയുടെ എത്രയോ മടങ്ങ് പണം ചെലവഴിക്കുന്നുണ്ട്. അതിനപ്പുറത്താണ് അവർ ഈ കൊണ്ടുവരുന്ന കള്ളപ്പണം. അതാണ് അവിടുത്തെ പ്രശ്നം. പാർട്ടി എന്നുള്ള നിലയ്ക്ക് അനുവദനീയമായ പരിധിക്ക് അപ്പുറം ചെലവഴിക്കുന്ന പണത്തിന് പുറമെയാണ് അവർ ഈ കള്ളപ്പണം കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇവിടെ മാത്രം നടക്കുന്നൊരു പരിപാടിയല്ല, കേരളത്തിൽ മാത്രം ചെയ്യുന്നൊരു പരിപാടിയല്ല. കേന്ദ്രത്തിൽ അധികാരമുണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല വഴിക്ക് പണം സമാഹരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം കൊണ്ടുവന്നത് എന്തിനാണ് എന്നൊക്കെ നമുക്കറിയാമല്ലോ. കാരണം ഇലക്ട്രൽ ബോണ്ടായിട്ട് പണം ഇങ്ങോട്ട് മേടിക്കുകയും ആ പണം തന്ന കമ്പനികൾക്ക് അപ്പുറത്തൂടെ സഹായം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുള്ള തെളിവുകളും പുറത്തു വന്നതാണ്. അപ്പോൾ ഇതവിടെ നടക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു പ്രക്രിയയല്ല. കേരളത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 40 കോടി രൂപ കൊണ്ടുവന്നു എന്നാണ് പോലീസിൻ്റെ കണക്ക്. പോലീസിന് കിട്ടിയ കണക്ക് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 40 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അതിൽ പല ജില്ലാ കമ്മിറ്റികൾക്കായിട്ട് വീതിച്ചു കൊടുത്തു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തത് 6.5 കോടി രൂപയാണെന്നാണ് പോലീസ് പറയുന്നത്. ബാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് പിടികൂടിയത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് 40 കോടി കൊണ്ടുവന്നു എന്ന് പോലീസിന് കണക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് എത്ര കൊണ്ടുവന്നുണ്ടാവും എന്ന് നമുക്കറിയില്ല. BJP ഉള്ളിലുള്ള ആളുകൾ തന്നെ പറയുന്നത് അതൊരു 100 കോടിക്ക് മുകളിൽ വരും എന്നാണ് അനധികൃതമായിട്ട് കൊണ്ടുവന്ന പണത്തിൻ്റെ കണക്ക്. കേരളത്തിൽ ഇത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ എത്ര കോടി സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പണിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞൊരു കുറ്റപത്രം കൊണ്ടു കൊടുക്കുമ്പോൾ ഇതിനൊക്കെ വെളുപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ചോദ്യം ചെയ്യേണ്ടത് കോടതിയിലാണ്. കോടതിയുടെ മുമ്പാകെ ഇത് എന്താ പറയുക, ഈ അന്വേഷണം തൃപ്തികരമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളല്ല എന്ന് ബോധിപ്പിക്കാൻ സാധിക്കണം. പക്ഷേ അതിന് എവിടെ നിന്നാണ് എവിഡൻസ് കിട്ടുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരള പോലീസിനെ സംബന്ധിച്ച് കിട്ടിയ മൊഴികളുണ്ട്, മറ്റ് തെളിവുകളുണ്ട്. പക്ഷേ ഇതൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു കേസിന് മുമ്പാകെ കൊണ്ടുപോയി ഹാജരാക്കാൻ കേരള പോലീസിന് സാധിക്കില്ല. അല്ലെങ്കിൽ കോടതിയിലൊരു ഹർജി കൊടുത്തിട്ട് ഇതുകൂടെ വിളിച്ചു വരുത്തി പരിശോധിക്കാൻ നിയമപരമായ അല്ലെങ്കിൽ ജുഡീഷ്യറി ഒരു മുൻകൈ എടുക്കണം. അതിനൊക്കെ ഈ കാലത്ത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാംദാസുമായിട്ട് നമ്മൾ സംസാരിച്ചല്ലോ. രാംദാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ഇന്ത്യ റിജക്റ്റ് BJP എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയത് രാജ്യദ്രോഹമാണ് എന്ന് ടിസ് വിലയിരുത്തുന്നു. എന്നിട്ടാണ് രാംദാസിനെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. ടിസ് എടുത്ത തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ടിസിൻ്റെ തീരുമാനത്തെ ഏതാണ്ട് അംഗീകരിക്കുന്ന വിധത്തിൽ പെരുമാറുന്നു. അങ്ങനത്തെ ഒരു ജുഡീഷ്യൽ സമ്പ്രദായമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏർപ്പാട് ഒരു പരിധിക്കപ്പുറം ന്യായീകരിക്കുന്ന നിലപാടാണ് മറ്റ് നീതിന്യായ സംവിധാനം അടക്കമുള്ള മേഖലയിൽ നിന്ന് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പരിപാടി തന്നെയാണ്. പല രൂപത്തിൽ അട്ടിമറി നടക്കുന്നുണ്ട്. അത് വ്യാജങ്ങൾ പ്രചരിപ്പിച്ച് ഇപ്പം വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ച് തന്നെ അഴിമതി നടക്കുന്നു എന്നുള്ള ആരോപണം നൽകുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 6 മാസം മുമ്പ് കൂടുതൽ വോട്ട് ചേർക്കപ്പെടുകയും കൂടുതൽ പേർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളുടെ ഒരു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നതിൻ്റെ മറ്റൊരു ഓപ്പറേഷനാണ് കേരളത്തിൽ നടന്നത്. കേരളത്തിൽ പക്ഷേ അത് ഒരു ഇലക്ട്രൽ വിക്ടറിയിലേക്ക് എത്തിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വൈകാതെ ചിലപ്പോൾ അത് സംഭവിച്ചുകൂടാകുകയില്ല. പണം കൊണ്ട് തന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കുന്ന അവസ്ഥ സംഭവിച്ചുകൂടാകുകയില്ല.
അതോടൊപ്പം വേറൊരു കാര്യം കൂടി, അതായത് ഇപ്പോൾ തിരൂർ സതീഷ് തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഈ കൊടകര കേസിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തെത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം പണം BJP കേരളത്തിലേക്ക് ഒഴുക്കുന്നു. പക്ഷേ BJPയുടെ നേതാക്കൾ തന്നെ ഇതടിച്ചു മാറ്റി ഇത് സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവണത അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ അത് പരസ്പരം ഈ ഒറ്റുകൊടുക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു നിരീക്ഷണമാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ BJPയുടെ അകത്തുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ഇങ്ങനെ കുളമായി കിടക്കുകയാണെന്ന് ഇതിന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. അല്ല, കുളമായി കിടക്കല്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള വളരെ 1-2 സീറ്റേ ഉള്ളൂ എന്ന് അവർക്കറിയാം. സാധ്യത പോലും അവർക്ക് തന്നെ തോന്നുന്ന സീറ്റുകൾ 1-2 ഉള്ളൂ. ബാക്കി അടുത്തേക്ക് കൊടുക്കുന്ന പണം മുഴുവൻ വെറുതെ സ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ കിട്ടുന്ന പണം വീതം വയ്ക്കുക എന്നുള്ളതാണ് കുറെ കൂടെ ലാഭകരമായ ബിസിനസ് എന്ന് അവർക്ക് തോന്നിക്കാണും. അവരത് ഉള്ളിൽ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടിൽ കൊടകര. കാരണം കൊടകര വരെ എത്തിയപ്പോഴാണ് ഇത് ചില ആളുകൾക്ക് വേണ്ട വിഹിതം കിട്ടിയില്ല എന്നുള്ള പ്രശ്നം വരുമ്പോഴാണല്ലോ ഇത് ഒറ്റുകൊടുക്കപ്പെടുകയും ഹൈവേയിൽ വെച്ച് മോഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതുവരെ കൊടകരയിൽ പിടിക്കുന്നത് 3.5 കോടി ഉറുപ്പ്യ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുവരെ വിതരണം ചെയ്തതൊക്കെ ഈ വിധത്തിൽ എല്ലാവർക്കും പരാതികളില്ലാതെ വീതം വയ്ക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചില BJP നേതാക്കൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചില മണ്ഡലങ്ങളുടെ പേരുകളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളത് പറയാതിരിക്കുന്നതാണ്. അവിടെയൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്കറിയാം എങ്ങനെയാണ് പണം വന്നത്, എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതെന്നൊക്കെ കൃത്യമായിട്ട് BJPക്കാർക്കും അറിയാം, പുറത്തുള്ള ആളുകൾക്കും അറിയാം. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയില്ല, പക്ഷേ പണം വരുന്നുണ്ട്, വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എടുത്തത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങൾ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കും എന്ന് പറയുന്നത്. ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ പണത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്ന പണം വളരെ ഭംഗിയായിട്ട് വീതിച്ചെടുക്കുക എന്നുള്ളൊരു പണിയാണ് നടന്നുകൊണ്ടിരുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ അവിടെ ബ്രേക്കായത്. അത് ബ്രേക്കായിരിക്കുന്നു, അത് ബ്രേക്കായി പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ബ്രേക്കായതിന് ശേഷം ഇപ്പോൾ ED സമർപ്പിക്കുന്ന ഒരു കുറ്റപത്രം കൂടെ നമ്മൾ വായിക്കുമ്പോൾ കേരളത്തിലൊരു റിയൽ എസ്റ്റേറ്റ് ഡീൽ നടക്കണമെങ്കിൽ സാമാന്യം പോലെ ഏതെങ്കിലും ഒരു BJP ഓഫീസിലൊക്കെ പോയി BJP നേതാക്കളെയൊക്കെ കണ്ട് അവിടെ പൈസയൊക്കെ വെച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ വേണം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ എന്നാണ് EDയുടെ കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെയാണോ നടക്കുന്നത്, അതോ ഇതൊരു വീതം വെപ്പിൻ്റെ തുടർച്ചയിലാണോ എന്നൊക്കെ സാമാന്യം പോലെ മലയാളികൾക്ക് മനസ്സിലാവും. ഇതെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഈ പണമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സഖ്യകക്ഷിയെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കണക്കിൽപ്പെടാതെ പണം കൊടുത്തു, സുൽത്താൻ ബത്തേരിയിൽ കണക്കിൽപ്പെടാതെ പണം കൊടുത്തു എന്നുള്ള അലിഗേഷൻ നേരിടുന്നുണ്ടായിരുന്നല്ലോ കെ സുരേന്ദ്രൻ തന്നെ മത്സരിച്ച മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പണം കൊടുത്തു എന്നുള്ള ആക്ഷേപം. ഈ പണത്തിനൊക്കെ സോഴ്സ് എവിടെ നിന്നാന്ന് കാണിക്കണ്ടേ? അപ്പോൾ ഇതൊന്നും കണക്കിൽപ്പെടാത്ത പണമായതുകൊണ്ടാണ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വസ്തുത. അതെല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ED സമർപ്പിച്ച കുറ്റപത്രം ഒരു വൈറ്റ് വാഷിംഗ് പരിപാടിയാണ് എന്ന് വളരെ നേർക്കുനേരെ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. റൈറ്റ്. ED സമർപ്പിച്ച കുറ്റമില്ലാത്ത പത്രം അത് കൃത്യമായും ചില നേതാക്കളെ, പാർട്ടിയെ ഒക്കെ രക്ഷിക്കാൻ വേണ്ടി തന്നെയുള്ളതാണ്. ഇനി കോടതിയിലാണ് പ്രതീക്ഷയുള്ളത്. പോലീസിൻ്റെ കണ്ടെത്തൽ നമുക്കൊക്കെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതുപോലെ ഇത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് തെളിയിച്ച് ഇതിന് പിന്നിൽ നിന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയായിത്തീരും. കോടതിക്ക് അത് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.